യുഎസ് വിപണികൾ ഇടിയുകയാണ്. ഇത്രയും വലിയൊരു തിരിച്ചടി കൊറോണ കാലത്തിന് ശേഷം ഇതാദ്യമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുഎസ് റെസിപ്രോക്കൽ താരിഫുകൾക്ക് പിന്നാലെ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചൈന 34% തീരുവ ചുമത്തി യുഎസിനെ തിരിച്ചടിച്ചു. തുടർന്നാണ് ഇടിവുണ്ടായത്. ചൈനയും പണി തുടങ്ങിയെന്ന് തന്നെ പറയാം. ചൈനയുടെ പ്രതികാരമായി താരിഫ് നയം ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനയുടെ മന്ത്രിസഭയായ സ്റ്റേറ്റ് കൗൺസിൽ അറിയിച്ചു. ചൈനയുടെ ഈ ഒരു നടപടിയിലൂടെ ലോകത്തിലെ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്താവുന്ന ഒരു നീക്കം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചതിന് 2 ദിവസത്തിന് ശേഷമാണ് പ്രതികാര നടപടിയുടെ പ്രഖ്യാപനം വരുന്നത്. വാഷിംഗ്ടണുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം ബെയ്ജിംഗ് കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. ഈ ഒരു പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് ചൈനയിലേക്ക് സോർഗം, പോൾട്രി ഉൽപ്പന്നങ്ങൾ, പോൾട്രി ബോൺ മീൽ എന്നിവ കയറ്റുമതി ചെയ്യുന്നതിനുള്ള 6 യുഎസ് ബന്ധമുള്ള കമ്പനികളുടെ യോഗ്യത ബെയ്ജിംഗ് താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു. പ്രതിരോധം, എയ്റോസ്പേസ്, ഡ്രോൺ നിർമ്മാണം, ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുന്ന 16 അമേരിക്കൻ കമ്പനികൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിവിലിയൻ, സൈനിക ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ നിന്ന് ചൈനീസ് കമ്പനികൾ ഇത് തടയുന്നു. ഇനി വ്യാപാര സംരക്ഷണ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദ കോവാലിഷൻ ഫോർ എ പ്രോസ്പെറസ് അമേരിക്ക എന്ന അഭിഭാഷക ഗ്രൂപ്പും കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്നു. ഒപ്പം യുഎസ് ഡ്രോൺ നിർമ്മാതാക്കളായ സ്കൈഡിയോ ഉൾപ്പെടെ 11 യുഎസ് കമ്പനികളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ചൈന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവ ഭൗമ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈന കർശനമാക്കി. വിമാനങ്ങളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും വിതരണ ശൃംഖലകളെയും അതുപോലെ ആണവോർജം, ഊർജം, മെഡിക്കൽ ഉപകരണങ്ങൾ, ലേസർ ഉപകരണങ്ങൾ, മറ്റ് ഹൈടെക് വ്യവസായങ്ങൾ എന്നിവയെയും ഇത് ബാധിക്കും. അപൂർവ ഭൗമങ്ങളായ സെമേരിയം, ഗഡോളിനിയം, ടോബിയം, ഡൈസ്പ്രോസിയം, ല്യൂട്ടീഷ്യം, സ്കാൻഡിയം, യിട്രിയം, പിന്നെ ഇവയുടെ അലോയ്കൾ എന്നിവയ്ക്കും നിയന്ത്രണങ്ങൾ ഉണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വിതരണക്കാർ സർക്കാർ അനുമതിക്കായി അപേക്ഷിക്കണം. കൂടാതെ പ്രഖ്യാപിക്കാത്ത നിയന്ത്രിത വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന ഏതൊരു സാധനവും പിടിച്ചെടുക്കാൻ ചൈനീസ് കസ്റ്റംസിന് കഴിയും. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മെഡിക്കൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി അഥവാ CT ട്യൂബുകളുടെ ചില ഇറക്കുമതികളെക്കുറിച്ച് ചൈന ആന്റി ഡംപിംഗ് അന്വേഷണം, അതായത് വിശാലമായ ഇറക്കുമതിയെക്കുറിച്ച് പ്രത്യേക വ്യാവസായിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിരവധി അപ്രതീക്ഷിത നടപടികളാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് നടപടികൾക്കെതിരെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സമീപിക്കുമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു വ്യാപാര യുദ്ധത്തിന്റെ തുടക്കത്തിന് നീക്കങ്ങൾ വഴിവെച്ചു കഴിഞ്ഞു. ഇനിയും എന്തൊക്കെയെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ചൈന, ഇന്ത്യ, മെക്സിക്കോ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങൾക്കും ഗുരുതരമായി ബാധിക്കുന്ന തീരുവ യുദ്ധത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകാത്ത പക്ഷം കടുത്ത സാമ്പത്തിക യുദ്ധം തന്നെയാണ് മുന്നിൽ.